നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോട്ട് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് നമുക്ക് എണ്ണ ചൂടാക്കി സവോള വഴറ്റാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചിക്കൻ്റെ ഒരു പെരട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 സവോള കനം കുറച്ചിട്ട് അരിഞ്ഞതാണ്. അത് നന്നായിട്ടൊന്ന് നമുക്ക് മൊരിച്ചെടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ട് സവോള ആയാൽ മാത്രമേ ചിക്കൻ കറിക്ക് നല്ല ഡാർക്ക് മെറൂൺ കളർ കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരണ വരെ നമ്മളൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സമയം ഇത് സോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെയാണ് എടുക്കണേ. ഇനി നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഐറ്റംസ് ചേർത്ത് വീണ്ടും ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ അത്യാവശ്യം വലിയൊരു തക്കാളി നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുത്ത് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാലയും ഞാൻ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുന്നേ ചേർക്കാം. ഇതിപ്പോൾ കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മല്ലിയിലയാണ് ചേർക്കേണ്ടത്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ആഫ്രിക്കൻ മല്ലി ആയതുകൊണ്ട് അതാണ് പീസാക്കി ഇട്ട് കൊടുക്കണത്. പിന്നെ വലിയൊരു പിടി കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും ചെറിയൊരു പീസ്, അതുപോലെ തന്നെ 5 അല്ലി വെളുത്തുള്ളി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ, ഞാൻ കുറേ വലിയ പീസൊന്നുമല്ല, അത്യാവശ്യം ചെറിയ പീസായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴുകി വാരി വെച്ചിട്ടുള്ളതായിരുന്നു. ഈ മസാലയിൽ നന്നായിട്ട് പുരട്ടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ പിടിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പാത്രം കിടന്ന് ഇളകില്ല. അത് നമുക്ക് പിടിച്ചിട്ട് നല്ല കൺവീനിയൻ്റ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടിയും ഉപ്പ് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ കുറച്ചും കൂടിയും ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ സാധാരണ ഞാൻ കുക്കറിൽ വെക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാറില്ല. ഇതിപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയതാണ്. പക്ഷേ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് പാകമായിരുന്നു. ഇനി നമ്മൾക്ക് ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ മാറ്റാൻ വേണ്ടി ആദ്യം ഓൺ ഓർ ഓഫ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ നോൺ വെജ് എന്നുള്ള ആ പാനലുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് ചിക്കൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ടൈമിൽ നിന്ന് നമ്മൾ കുറച്ച് 15 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അത് ലോക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ കുക്കിംഗ് ടൈം കഴിയുമ്പോൾ ഒരു ബീപ്പ് സൗണ്ടോട് കൂടിയിട്ട് നമ്മളുടെ ഈ കുക്കർ ഓഫാവും. അപ്പോൾ അതാ 15 മിനിറ്റ് കഴിഞ്ഞു. ബീപ്പ് സൗണ്ടോട് കൂടിയിട്ട് ഇത് ഓഫായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടായിട്ട് തന്നെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി കീപ്പ് വാം എന്നുള്ള ഓപ്ഷനിലേക്ക് മാറിക്കെടുക്കുന്നുണ്ടാവും. അല്ല നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാൻസൽ എന്നുള്ള ബട്ടൺ അടിച്ച് അതിനുള്ളിലെ പ്രഷർ റിലീസ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ചായിട്ടും അധികം ഗ്രേവി ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വീണ്ടും ഓൺ ഓർ ഓഫിലിട്ട് ഗ്രേവി എന്നുള്ള ഓപ്ഷനിലിട്ടിട്ട് ഒന്ന് അതിൻ്റെ ചാറ് കുറുക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയേനേട്ടാ. ഇനി നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളം വറ്റണ വരെ കുറച്ച് നേരം നമുക്കത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതാ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ കറി നല്ല മണത്തോടു കൂടി നല്ല അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ഉപ്പും മുളകും സംഭവങ്ങളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് മുളക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും 1 പിടി കറിവേപ്പിലയും കൂടി വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിന്ന് പുറത്തേക്ക് എടുക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഗ്ലൗസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് ഒട്ടും ഈ പാത്രം അങ്ങനെ ചൂടാവില്ല. അതിൻ്റെ ആ ബേസ് മാത്രമേ ചൂടാവുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു റൈസും കൂടി തയ്യാറാക്കിയിട്ട് ഒരു ബിരിയാണി ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഈ ചിക്കൻ കറി നമ്മളൊരു ഇലയിലേക്ക് സെർവ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ഇത് കഴിച്ച് നോക്കിയിട്ടുള്ള ഒരാൾക്കാരുണ്ട്. കഴിച്ച് നോക്കിയിട്ടുള്ളവർ ഇതിൽ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾ നോക്കിയോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മുടെ കുക്കർ ഓൺ ചെയ്തിട്ട് സോട്ട് എന്നുള്ള ഓപ്ഷനിലാക്കിയതിന് ശേഷം നമുക്ക്
ബിരിയാണിക്കുള്ള സവോളയും കാര്യങ്ങളൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് ഗോൾഡ് വിന്നറും കൂടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പാത്രം ചൂടായപ്പോൾ തന്നെ നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ആദ്യം തന്നെ നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്, കാരണം ഇവിടെ വറുത്ത് മാറ്റി വെച്ചാൽ പിള്ളേരുടെ വീട്ടിൽ എന്താ സംഭവിക്കുകയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് വറുത്തതിന് ശേഷം നമ്മൾ മുന്തിരിയും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾക്ക് വറുത്ത് അതിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു വലിയ സവോളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ ബ്രൗൺ കളറിൽ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നെയ്യ് ഒരു സ്വല്പം കൂടി നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ബിരിയാണിയിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നേരത്തെ കറിയിലേക്ക് എടുത്തതിൻ്റെ ബാക്കി കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മൂത്ത് നല്ല അടിപൊളി ഒരു മണം വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ബാക്കിയുള്ള കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരകം, ഏലക്കായ, തക്കോലം എല്ലാം ഓരോ കുറച്ച് പീസും പിന്നെ ഐറ്റംസ് ഒന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 1 ഗ്ലാസ്സിനോ 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ കുറച്ചൊന്ന് ഉപ്പിൻ്റെ ലെവൽ ഒന്ന് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കഴുകി വാരി വെച്ചിട്ടുള്ള നമ്മുടെ അരിയൊക്കെ അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ ടൈം സെറ്റ് ചെയ്യാൻ പോവാണ്. ബിരിയാണി എന്നുള്ള ഓപ്ഷനിൽ നമ്മളിട്ട് സെറ്റ് ചെയ്തു. ബീപ്പ് സൗണ്ടോടുകൂടി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓഫായിട്ടുണ്ട്. നമ്മളിതിൻ്റെ പ്രഷർ റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓപ്പൺ ചെയ്യണ മെത്തേഡൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈസിയാണ്. അപ്പോൾ നല്ല മണം വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് കുഴഞ്ഞൊന്നും പോകാണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത്തിരി കുഴഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാലും നമ്മളുടെ ആ ഒരു ഒരു ചൂടൊന്ന് മാറി കിട്ടുമ്പോൾ നല്ല കറക്റ്റ് ഉലർന്നിട്ടായിട്ട് കിട്ടും. ഇപ്പം നമ്മൾക്കത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഒന്ന് ദം ഇട്ട് നോക്കാനുള്ള ഒരു സാഹസം കൂടി ചെയ്യാണ്. അപ്പോൾ വീണ്ടും നമ്മളുടെ ഓപ്ഷനിലേക്ക് ഓൺ ഓഫ് ചെയ്തിട്ട് കീപ്പ് വാം എന്നുള്ള ഓപ്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ പരട്ടി കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ ആ ഒരു പെരട്ട് ചേർത്ത് കൊടുക്കുക. സെക്കൻഡ് ലെയറായിട്ട് ചോറ് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും കുറച്ച് മല്ലിയിലും പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആഫ്രിക്കൻ മല്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പൊരിച്ചു വെച്ചിരിക്കുന്ന സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാ സംഭവങ്ങളും കൂടി ഒന്ന് വിതറി കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയും പീസസൊക്കെ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ പീസായിട്ട് വേവിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഉപ്പും മുളകൊക്കെ നല്ലോണം ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് നമ്മുടെ അലങ്കോല പണികൾ ചെയ്യാനുള്ള സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ ഞാനൊരു 3-4 തുള്ളി പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഞാൻ അത് ചേർക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ എസൻസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കുറച്ച് ടൈം അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ ബിരിയാണി എന്തായിന്ന്. അപ്പോൾ അതാ നമ്മൾ തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി കിടുമണാണ് വന്നിട്ടുള്ളത്. നമുക്കിത് എല്ലാം അടി ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അടിയിൽ നിന്ന് തൊട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല കിടുമണാണ് വരുന്നത്. നല്ല മസാലയുടെയും കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ ആ ബസ്മതി റൈസിൻ്റെയും എസൻസിൻ്റെയും എല്ലാം കൂടിയിട്ടുള്ള ഒരു സമ്മേളനമാണ് ഇവിടെ. അപ്പം ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി തന്നെ നമുക്ക് സാധാരണ കുക്കറിലും ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് തന്നെ കിട്ടും.